നമസ്കാരം, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. സാധാരണ എല്ലാവരും പൊട്ടറ്റോ ഇട്ടിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ എടുത്താക്കുന്ന ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം വൃത്തിയാക്കിയ ചിക്കൻ പീസ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. പിന്നെ ഒരു വലിയ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്ത് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള എപ്പോഴും ചെറുതായിട്ട് കനം കുറച്ച് കഴിയാൻ ശ്രമിക്കുക. നമുക്കിനി ഇത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറണം. അധികം വാട്ടിയെടുക്കണ്ട, ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട, ഏകദേശം ഈ ഒരു പരുവൊക്കെ എത്തിയാൽ മതി. നമുക്കിനി ഇതിൻ്റെ ഒപ്പം സവോളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സവോള മതി, അധികം വേണ്ട. നമ്മളധികം ചിക്കൻ എടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും. ഇട്ട് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇത് മതി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി. പെട്ടെന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചാക്കുന്നത്. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി. അധികം വേണ്ട, നമ്മളിതിനകത്ത് ഓൾറെഡി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതിൻ്റെ മുളകിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടണം. അധികം കരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പരുവൊക്കെ എത്തിയാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത് കിട്ടും. അധികം എണ്ണയും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഇത് ഡ്രൈ ആയിട്ട് കിട്ടില്ല. എണ്ണ കൂടി പോയാലും പ്രശ്നമാണ്, പെട്ടെന്ന് നമ്മളിത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് മസാലത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് ഫുള്ള് ചിക്കനിൽ മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് ഇത് വേവിക്കുന്നത്. ആവിയിൽ വെച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. ഓൾറെഡി ചിക്കൻ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം നേരം ആവശ്യമില്ല. നമുക്കിതിനൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണ അധികം ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാം നോക്കാം, എരിവും ഉപ്പും എല്ലാം നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇടരുത്. എരിവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടി ഇടാം, പിന്നെ ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാം കറക്റ്റാണ്. നമ്മുടെ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് മിക്സിയിലിട്ട് റിവേഴ്സായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അധികം അരച്ചാൽ അത് വെള്ളമായി പോവും, ഒത്തിരി പൊടിഞ്ഞു പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിക്കൻ കഷ്ണം കഴിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്ക്
ഈ മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്യാം. സൈഡ് കളയേണ്ട ഒരാവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അപ്പടി കുഴഞ്ഞു പോകും. നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഇത് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡും ചിക്കൻ്റെ ഇത് മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. നമ്മുടെ കൈ വെച്ച് തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. കണ്ടോ, വെള്ളം ഒരുപാട് വേണ്ട, ചെറിയൊരു നനവ് മാത്രമേ പാടുള്ളൂ. നമുക്കിനി അത് ഓരോ ഇതാക്കി നമുക്ക് ഉണ്ടാക്കാം. കട്ട്ലറ്റിൻ്റെ ഇതുണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ഉണ്ടാക്കാം, സ്ക്വയർ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഏത് രീതിയിൽ വേണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമുക്കിങ്ങനെ, ഞാനിപ്പോൾ ഈ രീതിയിലാണ്, ഈ ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒത്തിരി കനത്തിൽ ഉണ്ടാക്കരുത്, നമ്മളോട് വേവിച്ചതാണ്, എന്നാലും ഒത്തിരി കനമില്ലാതിരിക്കുന്നതാണ് നല്ലത്. വെച്ച് തിന്നായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും ഉരുട്ടി റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൊട്ടറ്റോയുടെ ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ആയാലും അതിങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഉരുട്ടി കഴിഞ്ഞു, ഉരുട്ടി റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡിൻ്റെ പൗഡറാണ്. ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡൊന്ന് ചൂടാക്കിയിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തീ ഇപ്പോൾ അതൊന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ആദ്യം ഇടുന്നതിൽ അടി കരിഞ്ഞു പോവും. ഇത് മൂക്കില്ല, ഇവിടെ കരിഞ്ഞു പോവും. പെട്ടെന്ന് തൊട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞതാണ്, ഇതിപ്പം സെക്കൻഡ് റൗണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്നാക്കി ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൊട്ടാറ്റോ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബ്രെഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കൊന്ന് മറച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ മുട്ടയും ബ്രെഡും അതൊന്ന് ജസ്റ്റ് കുക്കായി കിട്ടിയാൽ മതി. ഇതൊന്നും ആയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് മറിച്ചിടാം. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അധികം മൂക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് അപ്പോൾ കരിഞ്ഞു പോകും. ആവശ്യത്തിന് മൂത്താൽ മതി. നമ്മൾ ഓൾറെഡി നന്നായിട്ട് കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി. ഇങ്ങനെ എത്തി കഴിയുമ്പോൾ നമുക്ക് മാറ്റി ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.